സ്വാഗതം. ഇന്ന് നമ്മൾ AI ലോകത്തെ ചില പുതിയ വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ, ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടല്ലേ? തീർച്ചയായും. ടോക്കിയോയിലെ പുതിയ ചിന്താരീതികൾ, പിന്നെ നമ്മുടെ ജോലികൾ എളുപ്പമാക്കുന്ന AI അസിസ്റ്റന്റുകൾ. ചിത്രങ്ങളെ വീഡിയോ ആക്കുന്ന ടെക്നോളജി. അതെ, അതുപോലെ ഭീമൻ നിക്ഷേപങ്ങൾ വരെ. അപ്പോ നമുക്കിതിലേക്കൊന്ന് വിശദമായി നോക്കാം. ഇതിലെ പ്രധാന കണ്ടെത്തലുകൾ എന്തൊക്കെ, അത് നിങ്ങൾക്കെങ്ങനെ ഉപകാരപ്പെടും എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ ടോക്കിയോയിലെ സക്കാന AI അവരുടെ ഒരു പുതിയ മോഡൽ ടിക്സ് എന്നൊരു രീതിയാണ് അവർ പറയുന്നത്. അത് ശ്രദ്ധിച്ചു. സാധാരണ ലെയറുകൾക്ക് പകരം ഓരോ ന്യൂറോണും എപ്പോ ചിന്ത നിർത്തണം എന്ന് സ്വയം തീരുമാനിക്കുന്നു. അതെ, അവരതിന്റെ ഒരു ഡെമോയും കാണിച്ചല്ലോ, ഒരു 2D മെസ് സോൾവ് ചെയ്യുന്നത്. ശരിയാണ്. ഇതിലെ ഒരു രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ രീതി എളുപ്പമുള്ള ടാസ്കുകൾക്ക് കമ്പ്യൂട്ടർ പവർ ലാഭിക്കാൻ സഹായിക്കും. കാരണം കുറച്ച് ടിക്ക് മതിയാവും. ഓക്കെ. പക്ഷേ ഇതിന്റെ പരിശീലനം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ആ ഒരു ടൈമിംഗ് കൂടി നോക്കണമല്ലോ. ശരിയാണ്, ആ ഒരു ബാലൻസ് പ്രശ്നമുണ്ട്. എന്നാലും അവര് കോഡൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്, സുതാര്യതയ്ക്ക്. അപ്പോ കാര്യക്ഷമത കൂടുന്നു, പക്ഷെ ട്രെയിനിങ് കുറച്ച് സങ്കീർണം. അതെ. അതുപോലെ അലിബാബയുടെ സീറോ സെർച്ച്, അതും ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോജക്റ്റാണ്. അതെന്താണ്? അത് ഗൂഗിൾ പോലത്തെ സെർച്ച് എഞ്ചിനുകളെ ഒരു വലിയ ഭാഷാ മോഡലിനെ LLM വെച്ച് അനുകരിക്കുകയാണ്. അങ്ങനെ പരിശീലന ചെലവ് ഏകദേശം 88% കുറക്കാൻ പറ്റിയെന്നാണ് അവർ പറയുന്നത്. 88%? അത് വലിയൊരു മാറ്റം തന്നെയാണല്ലോ. അതെ. അപ്പോ ഈ ചെലവ് കുറയുന്നത് ശരിക്കും ചെറിയ കമ്പനികൾക്കും ഗവേഷകർക്കും ഒക്കെ വലിയൊരു സഹായമാവില്ലേ? തീർച്ചയായും. അവർക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് മോഡലുകൾ ഉണ്ടാക്കാനും ടെസ്റ്റ് ചെയ്യാനും പറ്റും. ശരിയാണ്. ഇനി AI എങ്ങനെയാണ് നമ്മുടെ യഥാർത്ഥ ജോലികൾ ചെയ്യാൻ സഹായിക്കുന്നതെന്ന് നോക്കാം. അബാക്കസ് AI അവരുടെ ഒരു ഡീപ്പ് ഏജന്റ് പ്ലാറ്റ്ഫോം. NCP അപ്ഡേറ്റ്, മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ. അതെ, അത് സാപ്പിയർ വഴി ഏകദേശം 5000-ൽ കൂടുതൽ ആപ്പുകളുമായി കണക്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യും, അല്ലേ? അതെ. ഇതൊരു സാധാരണ ടൂൾ എന്നതിനേക്കാൾ ഒരു ഓട്ടോമേഷൻ ഹബ്ബ് പോലെയാണ്. നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ മതി. ഇമെയിൽ അയക്കണോ, കലണ്ടർ നോക്കണോ, കോഡ് ചെക്ക് ചെയ്യണോ, എന്തിന് ഒരു വെബ്സൈറ്റ് വരെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓഹോ. ഉദാഹരണത്തിന്, ഒരു പുതിയ മെയിൽ വന്നാൽ അത് വായിച്ച് അതിലെ വിവരം ഒരു ഗൂഗിൾ ഷീറ്റിലിട്ട് നിങ്ങളുടെ CRM അപ്ഡേറ്റ് ചെയ്ത് ടീമിന് സ്ലാക്കിൽ ഒരു മെസ്സേജ് വരെ അയക്കാൻ ഇതിനാവും. കൊള്ളാം. പക്ഷേ ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ മറ്റു പല സർവീസുകളെ ആശ്രയിക്കുന്നതുകൊണ്ട് കുറച്ച് സമയമെടുത്തെന്നിരിക്കും. അത് സ്വാഭാവികം. ഇനി മീഡിയയുടെ കാര്യം. ഗൂഗിളിന്റെ പുതിയ V2 ഇമേജ് 2 വീഡിയോ മോഡൽ സ്റ്റിൽ ചിത്രങ്ങളെ വീഡിയോ ആക്കും. 5 സെക്കൻഡ് വീഡിയോ. പക്ഷെ രസം എന്താന്ന് വെച്ചാൽ, ഇത് ആദ്യം കിട്ടിയത് ഗൂഗിളിന്റെ സ്വന്തം ഫോണിനല്ല, ഹോണർ ഫോണുകൾക്കാണ്. ഇനി ടെൻസെന്റിന്റെ കാര്യമെടുത്താൽ അവരൊരു ഓപ്പൺ സോഴ്സ് ടൂൾ ഇറക്കിയിട്ടുണ്ട്, ഹന്യു ആൻഡ് കസ്റ്റം. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് വീഡിയോ എഡിറ്റിംഗിനാണ്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ടെക്സ്റ്റ്, ഒരു റെഫറൻസ് ചിത്രം, ഓഡിയോ ഒക്കെ വെച്ച് വീഡിയോയിലുള്ള ആളെ മാറ്റാതെ തന്നെ പുതിയ സീനുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ അതിനൊരു പ്രശ്നമുണ്ടല്ലോ, ഭയങ്കര കമ്പ്യൂട്ടിംഗ് പവർ വേണ്ടേ? അതാണ് പ്രശ്നം. ഏകദേശം 80 GB VRAM ഒക്കെ വേണം. സാധാരണ കമ്പ്യൂട്ടറിലൊന്നും നടക്കില്ല. നല്ല വില കൂടിയ പ്രൊഫഷണൽ ഗ്രാഫിക്സ് കാർഡ് തന്നെ വേണം. ശരിയാണ്. അപ്പൊ ലേറ്റസ്റ്റ് ടെക്നോളജിക്ക് നല്ല ഹാർഡ്വെയർ ആവശ്യമായി വരും. അതെ. ഹാർഡ്വെയറിന്റെ കാര്യം പറഞ്ഞപ്പോ ആപ്പിളും ഒരു നീക്കം നടത്തുന്നുണ്ടല്ലോ, iOS 19-ൽ. ബാറ്ററി ലൈഫ് കൂട്ടാൻ ഓൺ ഡിവൈസ് മെഷീൻ ലേണിംഗ് വെച്ചിട്ട്. അതെ, നിങ്ങളുടെ ഉപയോഗം പഠിച്ച് ബാക്ക്ഗ്രൗണ്ട് ആപ്പുകളെ കൺട്രോൾ ചെയ്യും. അതിന്റെ പ്രധാന ഗുണം ഡേറ്റ ഫോണിൽ തന്നെ സേഫ് ആയിരിക്കും എന്നതാണ്. പുറത്തേക്ക് പോകുന്നില്ല. പിന്നെ ഡിവൈസ് പെർഫോമൻസ് കൂട്ടാനും ഇത് സഹായിക്കും. നല്ല കാര്യം. ഇനി അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ സൗദി അറേബ്യയുടെ ഒരു വലിയ നീക്കമുണ്ടല്ലോ. ഹ്യൂമാൻ പ്രോജക്റ്റ്. ഏകദേശം $940 ബില്യൺ. ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഡേറ്റാ സെന്ററുകൾ, GPUകൾ, ടാലന്റ് എല്ലാം ലക്ഷ്യം വെക്കുന്നു. മസ്കും ഓൾട്ട്മാനും സക്കർബർഗും ഒക്കെയായിട്ട് സഹകരിക്കുന്നുണ്ട് എന്നും കേട്ടു. ഇത് ശരിക്കും സൗദി അറേബ്യയെ AI കമ്പ്യൂട്ടിംഗിന്റെ ഒരു ഗ്ലോബൽ ഹബ്ബാക്കിയേക്കാം. അവർ പുനരുപയോഗ ഊർജം, പ്രത്യേകിച്ച് സോളാർ, ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോ ഒരുപക്ഷെ ഭാവിയിൽ ഗവേഷകർക്കൊക്കെ കുറഞ്ഞ ചെലവിൽ നല്ല പവർഫുൾ AI സിസ്റ്റംസ് കിട്ടിയേക്കാം. നിലവിലുള്ള ക്ലൗഡ് കമ്പനികൾക്കൊരു വെല്ലുവിളിയാവാനും സാധ്യതയുണ്ട്. ശരിയാണ്.
ഈ നിക്ഷേപം നേരത്തെ പറഞ്ഞ സക്കാനയുടെയും അബാക്കസിന്റെയും ഒക്കെ മോഡലുകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കും അല്ലേ? തീർച്ചയായും അതാണ് അതിൻ്റെ ഒരു വലിയ പ്രാധാന്യം. ഒരു പ്രധാന ചോദ്യം വരുന്നുണ്ട്. ഈ സക്കാനയുടെ ടിക് പോലെയുള്ള കാര്യക്ഷമത കൂട്ടുന്ന രീതികളും അബാക്കസ് പോലെ സ്വയം പ്രവർത്തിക്കാനുള്ള കഴിവും സൗദി നിക്ഷേപം പോലെയുള്ള വലിയ പിന്തുണയുമെല്ലാം കൂടിച്ചേരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എന്താണത്? ശരിക്കും ചിന്തിക്കാൻ കഴിവുള്ള, ഒരുപക്ഷേ ഒരു മനുഷ്യന്റെ ബോധത്തോട് കുറച്ചെങ്കിലും അടുത്തു നിൽക്കുന്ന ഒരു AI, അതിൽ നിന്ന് നമ്മൾ എത്ര അടുത്താണിപ്പോൾ? ഇനി അങ്ങനെയൊന്ന് വന്നാൽ അതിന്റെ സാധ്യതകളും പ്രത്യാഘാതങ്ങളും എന്തൊക്കെയായിരിക്കും?